വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഓണിയൻ ചിക്കനാണ്, അതായത് ഉള്ളി ചിക്കൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് എരിവേ ഉള്ളൂ. നമ്മൾ മുളക് പൊടിയാണ് മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറും കാശ്മീരി ചില്ലി ക്രഷ് ചെയ്തതാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, എരിവൊന്നും കാണത്തില്ല. കൊച്ചു കുട്ടികൾ പോലും നല്ല രീതിയിൽ കഴിച്ചോളും. അത്രയ്ക്ക് എരിവ് കുറവാണ് കേട്ടോ. കാണാനാണ് ഈ കളറിലിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചപ്പാത്തി, ദോശ, അപ്പം, ചോറ് എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ നല്ലൊരു ഓണിയൻ ചിക്കനാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ വന്നിട്ട് നീറ്റായിട്ട് വാഷ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം 3/4 കിലോ ആണ് ഞാൻ അളവ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ശകലം ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വിനീഗർ ചേർക്കുന്നു കേട്ടോ. 2 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. അത് നല്ല സോഫ്റ്റായി കിട്ടാനാണ്, നമ്മുടെ ഈ പീസസൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിനീഗർ ചേർക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഈ ഉപ്പും ഈ വിനീഗറും എല്ലാം കൂടെ നമ്മുടെ ചിക്കൻ പീസസിൽ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും പീസസൊക്കെ. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചിരിക്കണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഉണ്ടാക്കാം. ഇപ്പോൾ കണ്ടോ, അരമണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസസിലെല്ലാം പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട് കണ്ടോ. ആ വെള്ളം നമ്മൾ കളയണ്ട. ഇപ്പോൾ ആ വെള്ളം ഇല്ലാതെ ഈ പീസസ് മാത്രം നമ്മളൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി. കണ്ടോ, ഇത്രയും വെള്ളം അതിലുണ്ട്. ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു. 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തോണേ. നല്ല രീതിയിൽ കുഴയ്ക്കുമ്പോൾ നമുക്ക് തീരെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ചിക്കൻ പിന്നെ ഇന്ന് വന്ന വെള്ളം ഉണ്ടല്ലോ, ആ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് അത് ആവശ്യാനുസരണം ചേർത്താൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അത്രയും ഒഴിച്ചു കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മിക്സ് ചെയ്തത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇരുന്നോട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ആദ്യം നമ്മൾ ശകലേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നു കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില ചേർക്കുമ്പോൾ അതും ഒരു പ്രത്യേക ഒരു മണവും സ്വാദും ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇരുന്നോട്ടെ. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ 2 സവാള വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് 2 സവാള. തീരെ വലുതാണെങ്കിൽ 1 മതി. എന്നുവെച്ചാൽ നമ്മൾ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇത് വന്നിട്ട് നമ്മളിതിൻ്റെ ജലാംശമൊക്കെ പോകുന്നവരെ ഒന്ന് ചൂടാക്കണം. എണ്ണ കുറച്ചാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ജലാംശമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അധികം എണ്ണ പിടിക്കത്തില്ല. കണ്ടോ, സവാളയുടെ എണ്ണമയമൊക്കെ മാറിയിട്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. പകുതി വരെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് എണ്ണ ചേർക്കുന്നു. ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആയി കിട്ടാൻ ആവശ്യമായ എണ്ണ ചേർക്കുന്നേ. 2-3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഈ എണ്ണയിൽ നമുക്കിതിന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ കണ്ടോ നമ്മുടെ സവാള നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഒഴിച്ച എണ്ണ ബാക്കിയൊന്നും വന്നില്ല, കറക്റ്റായിരുന്നു കേട്ടോ. അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഇതിൽ രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ എണ്ണ തീരെ കുറച്ച് ചേർക്കുന്നുള്ളൂ ഫ്രൈ ആണെങ്കിലും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് 1 മിനിറ്റിനൊരിക്കൽ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിരിക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ പകുതിയോളം വെന്ത് കിട്ടും. കണ്ടോ, ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റിനൊരിക്കൽ മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നു. ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. കണ്ടോ, 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 2-3 പ്രാവശ്യം വീണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. അതിന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കുമ്പോൾ അതിൽ വരുന്ന വെള്ളം കൊണ്ട് ചിക്കൻ നല്ല രീതിയിൽ വെന്തും കിട്ടും. നമുക്ക് മൊത്തം ഫ്രൈ ചെയ്യാനായിട്ടൊരു 10 മിനിറ്റ് മതി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഫ്രൈ ആയി കിട്ടും. വീണ്ടും ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ മുളക് പൊടി മാത്രം ചേർക്കുക, സവാള മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി ഇരുന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പീസസൊക്കെ വെന്താന്ന് ഒന്ന് ആ സ്പൂൺ വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. 1 മിനിറ്റ് കൂടെ ഇരുന്നോട്ടെ. കണ്ടോ, അതിലുള്ള എണ്ണയൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പീസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോഴേക്കും നമുക്ക് വെന്തിട്ടുണ്ടെന്ന് അറിയാം. കണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 3 കാശ്മീരി ചില്ലി ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാശ്മീരി ചില്ലി തന്നെ വേണം കേട്ടോ. എരിവും കാണത്തില്ല, നല്ല കളറും കിട്ടും. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അത് വാങ്ങിക്കാനും കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം. നമ്മുടെ സവാളയും ക്രഷ്ഡ് ചില്ലിയും എല്ലാം കൂടെ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തു. എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും.
1 മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാ പീസസും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പ്രത്യേക ഒരു മണവും ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് നമുക്കിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഓണിയൻ ചിക്കൻ, അതായത് ഉള്ളി ചിക്കൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇടിയപ്പത്തിന്, അപ്പത്തിന്, ചപ്പാത്തിക്ക് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.